ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതിനായിട്ട് ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുരുമുളക്, പെരുംജീരകം, ഒരു പകുതി നാരങ്ങ. ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, കുരുമുളക് ഇവയൊക്കെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഇതൊരു നാടൻ ചിക്കൻ ഫ്രൈ ആണ്. ഇപ്പോൾ അരച്ചെടുത്ത ഈ മിക്സിനകത്തോട് നമുക്ക് ബാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാമേ. അപ്പോൾ ഈ അരച്ചെടുത്ത മിക്സിലോട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാമേ. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നീട് ഇതിലോട്ട് നമ്മൾ നമ്മുടെ ആ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർക്കണേ. നാരങ്ങ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ചിലർക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കാണും, ഇഷ്ടമില്ലാത്തവർ കാണും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്താൽ മതി. പിന്നെ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ചിക്കനകത്തിലോട്ട് പുരട്ടി കൊടുക്കുക. നന്നായിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ വേണം പുരട്ടാൻ. ഈ മസാലയൊക്കെ ചിക്കനിൽ നല്ലോണം പിടിക്കുന്നതിന് വേണ്ടി നമുക്കിതിനെ കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാം. നമ്മളിതിനെ ഫ്രീസറിൽ വെക്കുമ്പോൾ മസാല ഈ ചിക്കനകത്ത് നല്ലോണം പിടിക്കുവേ. നല്ലപോലെ മസാലയൊക്കെ പതേ പിടിക്കും. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കാം. ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ വെക്കാം. അതിനുശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി. കുറച്ച് എണ്ണ മതി. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുറച്ച് എണ്ണ മതി. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഓരോരോ ചിക്കൻ പീസായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വേണേ ഈ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. അപ്പം നന്നായിട്ടത് വേകും. ഓരോരോ ചിക്കൻ പീസായിട്ട് ഇതുപോലെ പാനിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെക്കാം. ഇനി അതവിടെ നിന്ന് വേകട്ടെ. ചിക്കൻ്റെ ഒരു സൈഡ് പാകമായിട്ടുണ്ട്. നമുക്കതിനെ മറിച്ചിടാം. 2 സൈഡും നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.